കോതമംഗലത്ത് ലവ് ജിഹാദിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത യുവതിയുടെ വീട് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും സന്ദർശിച്ചു. NIA അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതി DGPക്ക് നേരിട്ട് കൈമാറുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. NIA അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. BJPയിലെ പ്രമുഖ നേതാക്കളും ജോർജ് കുര്യനൊപ്പം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മാതാവിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ കേന്ദ്രമന്ത്രി NIA അന്വേഷണം വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് വ്യക്തമാക്കി. കേന്ദ്രത്തിന് ഇതിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെന്നും ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യറിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ടെന്ന് ജോർജ് കുര്യൻ അഭിപ്രായപ്പെട്ടു. ജുഡീഷ്യറിയാണ് നീങ്ങേണ്ടത്. കാരണം ഇത് പ്രൊനൗൺസ് ചെയ്തത്, ഇതിന് പേരിട്ടത് ജുഡീഷ്യറി ആയതുകൊണ്ട് ജുഡീഷ്യറി തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത്. പലതും വ്യത്യസ്തമായിട്ടുള്ള വിധികൾ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞ നിയമം അത് സുപ്രീം കോടതി തിരുത്തിയിട്ടുണ്ട്. വീണ്ടും സുപ്രീം കോടതി തിരിച്ചു പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലാണിത്. അപ്പോൾ ആ പ്രക്രിയ എത്ര നാൾ നീങ്ങണമെന്ന് എനിക്കറിയത്തില്ല. ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് തന്നെയുള്ളത് ആ ഒരു നിർവചനം ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേച്ചറിനോടത് ഈ രീതിയിൽ നിയമം ഉണ്ടാക്കാൻ പറയുകയും ചെയ്യുന്നിടം വരെ ഈ പ്രക്രിയ തുടരും. പക്ഷെ അതിനു മുമ്പ് ഇത് തടയുന്നതിനുള്ള ജനറലായിട്ടുള്ള ഒരു നിയമത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉച്ചതിരിഞ്ഞാണ് കോതമംഗലത്തെത്തിയത്. കുടുംബവുമായി സംസാരിച്ച ശേഷം പുറത്തെത്തിയ സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിയെങ്കിലും പറയാനുള്ളത് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. NIA അന്വേഷണം വേണമെന്ന് കുടുംബത്തിന്റെ ആവശ്യം DGPയെ നേരിട്ടറിയിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് സുരേഷ് ഗോപി മടങ്ങിയതെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. നീതി നടപ്പാക്കാൻ അവർ സഹായിക്കാൻ തന്നെയാണ് പറഞ്ഞത്. സുരേഷ് ഗോപി സാറ് പറഞ്ഞ് നാളെ DGPനെ കാണുന്നുണ്ട്, അന്നേരം പരാതി നേരിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. NIA അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് സുരേഷ്? അതിനെക്കുറിച്ചും നാളെ ഇത് കൊടുത്തോളാം, ഈ പരാതി കൊടുത്ത് ഇട്ടേരെ അന്നേരം പറയാമെന്ന് പറഞ്ഞു. DGP സാറിന് ഇങ്ങനെ നേരിട്ട് കാണാമെന്നാണ് പറഞ്ഞത്. DGP പൂർണ്ണമായിട്ടും പിന്തുണ, നിയമപരമായിട്ട് ഇത് നീതി കിട്ടാൻ വേണ്ടി പൂർണ്ണമായിട്ട് എല്ലാ പിന്തുണയും അവർ നൽകുന്നുണ്ട്. NIA അന്വേഷണം വേണം, എന്നാലാണല്ലോ വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അവരുടെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളും ഇനി ഇതിൽ വേറെ ഫാമിലിയിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അവരുടെ സ്വന്തക്കാർ കുടുംബക്കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. എന്നാലാണല്ലോ ഇവരുടെ ഉദ്ദേശം മനസ്സിലാവുള്ളൂ. NIA അന്വേഷണത്തിന് പുറമെ പ്രതിയായ റമീസിന്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കണമെന്നും മറ്റേതെങ്കിലും പെൺകുട്ടികളെ മതം മാറ്റാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ജനം, ഇടുക്കി.